നല്ല പൈസ മേടിച്ചിട്ട് ഒരു പരിപാടിക്ക് പോവുള്ളൂ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വേറൊന്നും ചെയ്യണ്ട. ഞങ്ങളുടെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ഫാമിലിയായിട്ട് പോയി തിയേറ്ററിൽ പോയി ഒന്ന് കാണണം. ആ ഒരു മിനിമം സ്നേഹം ഞങ്ങളോട് കാണിക്കണം. കാരണം ഞങ്ങളുടെ പ്രസൻസ് നിങ്ങൾക്കും അനുഗ്രഹമായിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ഇപ്പോൾ ഈ ഒരു പുതിയൊരു സംരംഭം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കണ്ടു. അതും നാളെ ഇപ്പോഴത്തെ സാധാരണക്കാർക്കൊക്കെ എല്ലാ മനുഷ്യർക്കും പ്രയോജനപ്പെടുന്ന വലിയൊരു സംരംഭമായി വിജയ സംരംഭമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പടം ഓടുന്നുണ്ട്, പ്രിൻസ് ആൻഡ് ഫാമിലി. നന്നായി പോകുന്നുണ്ട്. നല്ല റിപ്പോർട്ടും നല്ല കോമഡി പടമാണ്. ആ സിനിമയും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. എനിക്ക് വേണ്ടി മഞ്ജു അതിനകത്തുമുണ്ട്. അപ്പോൾ 2 സിനിമകൾ നിങ്ങളെ ഏൽപ്പിക്കുന്നു. യുണൈറ്റഡ് കിങ്ഡം മറക്കരുത്. കണ്ടിട്ട് വിളിക്കുമല്ലോ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും വിചാരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു. എന്താ പറയുക, സന്തോഷം. മഞ്ജുവിന് കൊടുക്കാം അല്ലേ? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടം ബേക്കറി കണ്ട അവസ്ഥയിലാണ്. കാരണം ഇവിടെ എന്താ നടക്കുന്നത് എന്താണെന്നറിയില്ല. ഞങ്ങൾ മുകളിൽ ജോൺ ചേട്ടൻ പറഞ്ഞ പോലെ ഈ UK യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറഞ്ഞ മൂവിയുടെ പ്രൊമോഷൻ നടക്കുമായിരുന്നു. പെട്ടെന്ന് പറഞ്ഞു ഡോക്ടേഴ്സിൻ്റെ എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് കയറിയിട്ട് പോവാം, ഒരു ഇനാഗ്രേഷൻ സംതിങ് ലൈക്ക് ദാറ്റ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കയറി വന്നതാണ്. സോ എന്താണെങ്കിലും ഈ ഒരു എനിക്ക് തോന്നുന്നു ഒരു സർവീസ്, ഒരു ആപ്പ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന സർവീസുകളുടെ കുറേ ബ്ലഡ് ബാങ്ക്, ഫാർമസി, അങ്ങനെ കുറേ സംഭവങ്ങൾ എഴുതി കണ്ടു. അപ്പോൾ ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടെ നമസ്കാരം. ചേച്ചിയും ചേട്ടനും പറഞ്ഞ പോലെ ഇത് ശരിക്കും പറഞ്ഞാൽ റിഗാർഡ്ലെസ് ഓഫ് എ പ്രൊഫഷൻ, ഏത് പ്രൊഫഷനിലായാലും ഏത് ഏജ് ഗ്രൂപ്പ് ആയാലും നിങ്ങൾ ജോലി ചെയ്താലും കോളേജ് പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റും റെസനേറ്റും ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും UK. അങ്ങനത്തെ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ആ ടോപ്പിക്കിലൂടെ തന്നെ ഒരു ഫാമിലി എൻ്റർടൈനറാണ്, നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ട് ഉറപ്പായിട്ടും ഈ പടം പോയി കാണുമ്പം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു എൻ്റർടൈൻമെൻറ്റ് എക്സ്പീരിയൻസ് തരുമെന്ന് ഞങ്ങളൊരു ഉറപ്പ് തരുന്നു. സോ പറഞ്ഞ പോലെ മെയ് 23 നമ്മൾ പടം റിലീസാണ്. സോ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണത്തില്ലേ? നമുക്കൊന്ന് നമ്മുടെ ശബ്ദം കാണിച്ചു കൊടുത്താലോ പ്ലീസ്? റെഡി, 1 2 3 ഈ ഉഷാർ തന്നെ വേണം നിങ്ങൾ തിയേറ്ററിൽ പോയി, ഈ ഉഷാർ വെച്ച് തന്നെ വേണം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട പടം. ഉഷാറായില്ല രഞ്ജിത്ത്? അവിടെ ഇരിക്കുന്നവർക്കൊക്കെ ചെറിയ മടി. ഒന്ന് കൈയടിച്ചേ, നിങ്ങളുടെ കൈ അനങ്ങുമെന്നൊന്ന് നോക്കട്ടെ. യെസ്, താങ്ക് യു സോ മച്ച്. നമസ്കാരം. മറ്റേ ജോണിച്ചേട്ടനും മഞ്ജേച്ചിയൊക്കെ പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഞാൻ ഹോളിഡേയിലല്ല താമസം, എടപ്പള്ളിയിലാണ്. ദയവ് ചെയ്ത് പടം കണ്ടതിന് ശേഷം നിങ്ങൾ എന്നെ തേടി വരേണ്ട ഒരവസ്ഥ വരില്ല. നല്ല സിനിമയാണ്. UK ആണ് ഞങ്ങൾക്കെല്ലാം. അപ്പോൾ ജോണിച്ചേട്ടനും മഞ്ജേച്ചിയും പോലെ സീനിയേഴ്സ് പോലും ഇപ്പോൾ ഈ പടത്തിൻ്റെ പ്രൊമോഷനിലേക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മറ്റൊരു പ്രൊഡ്യൂസറും ആ ദിവസം വേറൊരു സിനിമയായിട്ട് ഇറങ്ങുന്നുണ്ട്, വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ഡിറ്റക്റ്റീവ് വിജിലൻ. അപ്പോൾ ആ സിനിമ നല്ല സിനിമയാണ്, അറിയാലോ. ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ധ്യാൻ ശ്രീനിവാസന്റെ 2.0 അവതാരത്തിൽ ഇറങ്ങുന്ന സിനിമയാണ്. അപ്പോൾ അതാണ് പുള്ളിയുടെ പരിപാടി. പക്ഷെ ഈ സിനിമയ്ക്ക് ഒരു മുൻഗണന നൽകണം. കാരണം ആ സിനിമ മോശമായത് കൊണ്ടല്ല, ആ സിനിമയും നല്ലതാണ് ഇതും. പക്ഷെ ഇതെൻ്റെ വളരെ അടുത്ത സുഹൃത്ത് അരുൺ വൈഗ, പുള്ളിയാണ് സംവിധായകൻ, പുള്ളി ചെയ്യുന്ന സിനിമയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിടി കലാകാരന്മാർ ചെയ്ത സിനിമയാണ്. അപ്പോൾ ഇതും കാണുക, ഉജ്ജ്വലനും കാണുക. അതിനുശേഷം പ്രിൻസ് ആൻഡ് ഫാമിലി നല്ല തിരക്കാണ്. അപ്പോൾ നിങ്ങൾ സമയം പോലെ കണ്ടാൽ മതി. കാരണം അത് ടിക്കറ്റ് കിട്ടാനില്ലെന്ന് മഞ്ജുജിനെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതെന്തായാലും കിട്ടും കേട്ടോ. അത് മെല്ലെ അവിടെ ഉണ്ടാവും. ഞങ്ങൾ ഈ ചെറുകിട സിനിമകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ ഓക്കെ. 21 അതിന് മുമ്പ് കണ്ടാൽ മതി നിങ്ങൾ കേട്ടോ. അപ്പൊ സന്തോഷം, നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. പിന്നെ വെൽമോഡിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. 1-2 വാക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ ഉപകാരം കേട്ടോ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാരംഗി ശ്യാം. ഇതെൻ്റെ ആദ്യ സിനിമയാണ്. അപ്പോൾ ആദ്യമായി നിങ്ങളുടെ ഈ ഇനീഷ്യേറ്റീവിന് ബെസ്റ്റ് വിഷസ്. അത് ഒരു വൻ വിജയമായി തീരട്ടെ. അപ്പം അതിനോടൊപ്പം ഞങ്ങളുടെ സിനിമ, ഞാൻ ഒരുപാട് സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല, യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള May 23 റിലീസ്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് തിയേറ്ററിൽ പോയി കാണണം, ഒരപേക്ഷയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ലവ് ആൻഡ് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.